എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ രാജ്യത്ത്, അതായത് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും വന്ന രണ്ട് ഭായിമാരാണ്. അതായത് മോദിജിയും അമിതാഭ്ജിയും, രണ്ട് ഭായിമാരാണ്. അവർ ഒത്തിരി വർഷം ഗുജറാത്തിൽ ഭരണം നടത്തിയവരാണ്. അവർ ഗുജറാത്തിൽ എന്തു ഭരണം നടത്തി, എങ്ങനെ നടത്തി, എല്ലാവർക്കും അവരുടെ ചരിത്രങ്ങളിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവരെന്തൊക്കെയാണ് നടത്തിയതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാര്യം ഗുജറാത്തിനെ സംബന്ധിച്ചിട്ട് അത്ര വലിയ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരല്ല, ഏറ്റവും കൂടുതൽ ദളിതരുള്ള രാജ്യമാണ്, പാവം പിടിച്ചവരാണ്. ഇന്നും 70-75 വയസ്സായവർ ഈ ഉന്തുവള്ളിയും തള്ളി അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. എന്നാൽ സൂറത്ത്, അഹമ്മദാബാദുള്ള ചില നഗരങ്ങളിലുള്ള വജ്ര വ്യാപാരികളും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ രണ്ട് ഭായിമാരെയാണ്. അവർ ഉദ്ഘാടനത്തിന് തന്നെ അവിടുത്തെ ഈ ഡയമണ്ട് മർച്ചൻസൊക്കെ കൊണ്ടുവന്ന് സ്വർണ്ണക്കോട്ടിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തെല്ലാം നാം ആരും മറന്നിട്ടില്ല. അത് പോട്ടെ. എനിക്ക് മോദിജിയോടൊന്ന് പറയാനുള്ളത്, താങ്കളുടെ അടുത്ത ഭായിയായ അമിത്ഷാജിയോടും പറയാനുള്ളത്, ഒന്ന് മനസ്സിലാക്കുക, ഇത് ഇന്ത്യ എന്നുള്ളതൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഇതിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഗുജറാത്തിൽ നിങ്ങൾ മൊത്തം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ, അതിനെല്ലാം അവസാനം ഒരു വർഗീയ വേഷം കൊടുത്ത് അവരെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പ്രേരിപ്പിക്കാൻ അതൊക്കെ സാധിച്ചു. അതൊക്കെ കഴിഞ്ഞ സംഭവങ്ങൾ. പക്ഷേ താങ്കൾ അതിൽ നിന്നൊക്കെ പാഠം പഠിച്ചു കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല. ആ ഗുജറാത്ത് മോഡൽ ഓപ്പറേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ചു. അതിലേറ്റവും ദുഃഖകരമായ കാര്യം, ഭഗവാൻ ശ്രീരാമൻ്റെ പേരും പറഞ്ഞ് ആ പേരിലാണ് നിങ്ങളിവിടെ പലതും കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ ആ പേരിൽ വലിയൊരു മന്ത്രം, ഒരു മന്ദിരം ഉണ്ടാക്കി അയോധ്യയിൽ. അതിൽ നിങ്ങളറിയുന്ന എല്ലാ കള്ളന്മാരെയും ഭരണസമിതിയിലാക്കി അവിടെ മോഷണം തുടങ്ങി. അതിപ്പോൾ ഏതുവരെയെന്ന ഹൈക്കോടതി, സുപ്രീം കോടതിയുടെ വിമർശനത്തിന് വരെ ഇടയായി. അത് നടക്കുന്നു. അവിടെ നിങ്ങൾ മൗനം ഭരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെന്ത് പറഞ്ഞാൽ നിങ്ങൾ മൗനം ഭജിക്കും. നിങ്ങളപ്പോൾ ഇൻ്റർനാഷണൽ ടൂറുമായി രാജ്യങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഓടിയടക്കും. വിശ്വഗുരു എന്നുള്ളൊരു പേരെടുക്കും. ചിലപ്പോൾ നിങ്ങൾ പോയി സന്യസിക്കും, ചിലപ്പോൾ ഗുഹയിൽ പോയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ദൈവ അവതാരമെന്ന് പറയും. ഇതൊക്കെ ഒരിക്കലും മുൻകാലങ്ങളിലുള്ളവർക്ക് മനസ്സിലാക്കും. പക്ഷേ ഇന്ന് മനസ്സിലാക്കുക, മോദിജി, നിങ്ങൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ഇന്ന് ഏതാണ്ട് 95% ഹിന്ദു രാഷ്ട്രമാണ്. ഇന്ന് ഡൽഹിയിൽ കാണിക്കുന്ന ഈ കോലാഹലങ്ങളെല്ലാം കാണിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. നല്ല പഠിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ, അവർ നാളത്തെ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം, അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കും, അതൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ്. അവസാനം അവരുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ മൊത്തം ഇല്ലാതാക്കി കളഞ്ഞു. കാരണം നിങ്ങളിൽ വന്ന ഓരോ അപാകതകളുടെയും കാരണമാണ് ഇതെല്ലാം ഉണ്ടാകാൻ കാരണം. മന്ത്രിയായിരുന്നാലും ആരായിരുന്നാലും തെറ്റ് ചെയ്താൽ തെറ്റിനെ സമ്മതിക്കണം, അവരെ കറക്റ്റ് കൊടുക്കണം. ഒരു BJP അനുഭാവി എന്ന് കരുതി അവർക്ക് എന്ത് കൊമ്മാളിത്തരവും നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നതും അതിനുകൊണ്ട് സപ്പോർട്ട് കൊടുത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, നിങ്ങൾ ഭഗവാൻ ശ്രീരാമൻ്റെ പേര് പറഞ്ഞാൽ കൂടെ ഓരോ പ്രസ്ഥാനവും തുടങ്ങിയിട്ടുള്ളൂ. എന്നാൽ ആ ഭഗവാന്റെ പേരിനെ നിങ്ങൾ ആകെ കളങ്കപ്പെടുത്തുകയാണ്. അതായത് കേരളത്തിൽ മുൻ ഭരണസമിതി അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് നടത്തിയ കോലാഹലങ്ങൾക്ക് അവർ ശിക്ഷ ഏറ്റുവാങ്ങി. അതുപോലെ നിങ്ങളും ശിക്ഷ ഏറ്റുവാങ്ങേണ്ട സമയമായെന്ന് തോന്നുന്നു. അതിൻ്റെ അടയാളങ്ങളാണ് ഈ പാറ്റ പാർട്ടിയും കോക്രോച്ച് പാർട്ടിയും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ. അവരെ നിങ്ങൾ ഒന്നുമില്ലാതെ കളിയാക്കി വിഡ്ഢികളാണ് അങ്ങനെ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് ഫോറിൻ ഏജൻസികളാണ്, അവരുടെയൊക്കെ ഇതുകൊണ്ടാണ് ഈ പിള്ളേർ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. ഇതെല്ലാം തെറ്റാണ്. നിങ്ങളൊന്ന് പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്നുള്ളൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഇത് ടിബറ്റല്ല, ഇത് ബംഗ്ലാദേശല്ല, ഇത് ചൈനയല്ല. അവിടെ എല്ലാം മുഷ്ടി കൊണ്ട് ചവിട്ടിക്കൂട്ടിരുന്ന ഒരു രാജ്യമാണ്. ചൈനയ്ക്കെല്ലാം എത്രയോ, നിങ്ങൾക്കറിയാം, എത്ര ആൾക്കാരെ കൊന്നു കളഞ്ഞവർ. അവിടെ ചോദിക്കാനും പറയാനുമില്ല.
ആ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അതിൻ്റെ ഒരു തുടക്കം പോലെ തോന്നിപ്പോയി. ഇന്നലെ മെനഞ്ഞാന്ന് നിങ്ങൾ പോലീസിന് വെച്ച് നരനായിട്ട് നടത്തിയ ആ പാവം പിടിച്ചവരുടെ എന്തായിരുന്നാലും ആ ടൈം അനുസരിച്ച് കോൺഗ്രസ് അതിൽ ഇടപെട്ടു. അത് സമയോചിതമായ ഇടപെടലിന് ഐ അപ്രീഷിയേറ്റ്, പ്രത്യേകിച്ച് ആ രാഹുൽ ഗാന്ധിയെ. എന്നിരുന്നാലും ഇന്നലെ ആ കാട്ടിക്കൂട്ടി, ഇന്നലെ മെനഞ്ഞാന്നൊക്കെ കാട്ടിക്കൂട്ടിയത് പോലും അസംബന്ധമായി പോയി. ഇതൊരിക്കലും മോദി ഗവൺമെൻറ് ഇതിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നും അതല്ലായിരുന്നു. കാരണം മോദി എന്നുള്ള താങ്കൾ ഇപ്പോൾ ആപ്പാടെ ഒരു മിണ്ടാപ്രാണിയായിപ്പോയി. താങ്കൾക്ക് ഇതൊന്നും അറിയില്ല. രാജ്യത്ത് എന്ത് നടക്കാമെന്ന് പറയും. നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്താണ്. ഈ ലോകത്ത് ഇവിടെ നിങ്ങളുടെ പവർ കൊണ്ടും മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും ഇവിടെ എന്തും നേടിയെടുക്കാം. പിന്നെ ഒരു ഏജൻസിയെ വെച്ചും നിങ്ങളിവിടെ കാലാകാലം ഇങ്ങനെ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. അത് വളരെ മോശമായൊരു തെറ്റിദ്ധാരണ. ഒരിക്കൽ ആ ഒരു വിചാരം നിങ്ങൾ മാറ്റുക. ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ ആര് സത്യമായിരിക്കാം, അസത്യമായിരിക്കാം, എന്ത് ആരോപണങ്ങൾ ഉയർത്തിയാൽ അതിന് തക്കതായി നെഞ്ചും വിരിച്ചു നിന്ന് അതിന് മറുപടി കൊടുക്കണം. നിങ്ങളത് മറുപടി കൊടുക്കാത്തിടത്തോളം കാലം അതിലെന്തോ അപാകതയുണ്ട്, അതിൽ കള്ളത്തരമുണ്ട് എന്നായിരിക്കും പബ്ലിക് പറയുക. നിങ്ങൾ നേരിട്ട് ഇടപെട്ടാൽ പബ്ലിക് സത്യമാണെങ്കിൽ സത്യം എന്ന് പറയും. അതിനെ മറച്ചു വയ്ക്കാനോ അത് സത്യമാണോ അസത്യമാണെന്നോ അത് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇന്നലെ നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ പോലീസുകാരെ കാട്ടിക്കൂട്ടിയ കുറച്ച് ക്രൂരതയായി. ഇപ്പോൾ അതിനു മുമ്പും പിള്ളേരെ തല്ലുക, അവരെ ഹോസ്പിറ്റലിലാക്കുക. എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അവർ ചോദിക്കുന്നത് ചില കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. മരണപ്പെട്ട കുട്ടികൾക്ക് 1 കോടി രൂപ വീതം കൊടുക്കുക. ഇതിന് കാരണക്കാരായ മന്ത്രിയെ മാറ്റി നിർത്തുക. അതായത് ശരിയായ രീതിയിലുള്ള സംവിധാനങ്ങൾ, ഭരണം കാഴ്ചവെക്കാൻ കഴിവുള്ളവരെ മന്ത്രിമാരാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മന്ത്രിമാരാക്കി അവരുടെ തോന്നിയാസം കാട്ടിക്കൂട്ടുന്നതിനുള്ള എല്ലാ പഴുതുകളും തുറന്നു കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ അവിടെ കിടന്ന് വായും അടച്ച് എവിടെയെങ്കിലും മാറി നിൽക്കുന്നത് ഒട്ടും ഉചിതമായ കാര്യമല്ല. ഇന്ത്യ എന്നുള്ള രാജ്യം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയതാണ്. നിങ്ങൾ എന്നു മുതൽ പ്രധാനമന്ത്രി പദം എടുത്തോ അന്ന് മുതൽ നിങ്ങൾ തുടങ്ങുന്ന മുൻകാലങ്ങളിൽ ഇന്ത്യ ഭരിച്ച മന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും എല്ലാം നിങ്ങൾ അപവാദം പറയുക. അവർ കഴിവൊട്ടവരാണ്, അവർ മോശപ്പെട്ടവരാണ്. നിങ്ങൾ ഇന്നിരിക്കുന്ന പാർലമെൻറ്റ്, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കവചം തീർത്തിരിക്കുന്ന ഓടികൾ ഭരണഘടന, നിങ്ങൾക്കിന്ന് സുരക്ഷ തന്നിരിക്കുന്ന ഏജൻസികൾ, ഇതെല്ലാം കോൺഗ്രസ്സുകാർ മുൻ മന്ത്രിമാർ, ഞാൻ കോൺഗ്രസ് എന്ന മുൻ മന്ത്രിമാർ അവരുടെ ഓരോ പശ്ചാത്തലത്തിൽ കൂടി ഉയർന്നു വന്നതാണ്. നിങ്ങളെന്താണ് ഇവിടെ ഉണ്ടാക്കിയത്? നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നിങ്ങളെല്ലാം മുൻകാലങ്ങളിൽ ചെയ്തവരുടെ ബേസ്, അതിൻ്റെ ന്യൂനതകളെ കണ്ടുപിടിച്ച് അതിന് വലിയൊരു അപരാധമായി കാട്ടിക്കൂട്ടി നിങ്ങൾ ജനങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ വിചിത്രമായ ഒരു ഭരണം നടത്തിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു രാജ്യം. വിദ്യാഭ്യാസം കൂടുതലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഭാഗത്തേക്ക്, വിദ്യാഭ്യാസം കടന്നെത്താത്ത ഭാഗത്തേക്ക് അവിടെ ചെല്ലുക, അവിടെ ദൈവങ്ങളുടെ പേര് പറയുക, പാവം പിടിച്ചവരെ മിസ്ഗൈഡ് ചെയ്യിപ്പിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാലം മാറി, ഇന്ത്യ മാറി. ഇന്ന് അവർ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്യുന്ന അവരുടെ മക്കളെ പഠിപ്പിക്കുകയാണ്. അവർ എഞ്ചിനീയറാക്കുന്നു, ഡോക്ടേഴ്സാക്കുന്നു, സയൻറ്റിസ്റ്റാക്കുന്നു. അവർ ലോകത്തെക്കുറിച്ച് അറിയുന്നു. ഇന്നത്തെ പുതിയ മീഡിയ ലോകത്ത്, ഇന്നത്തെ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അടിസ്ഥാനത്തിൽ ലോകത്തെന്ത് എവിടെ നടക്കുന്നെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്നു. അത് മോദി ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവർക്ക് ലോകത്തെക്കുറിച്ച് അറിയാൻ എല്ലാം സാധിക്കുന്നു. അത് മോദി ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഇനിയെങ്കിലും നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് നല്ല ചില കാര്യങ്ങളുണ്ട്, എല്ലാം മോശമെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, പല കാര്യങ്ങൾ അത് ചെയ്തത് നല്ല കാര്യങ്ങൾ വരെ മോശമായി പോകാൻ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും പ്രതിപക്ഷവും ഒക്കെ വിളിച്ച്, ഈ വിദ്യാർത്ഥി സംഘടന വിളിച്ച് സൗമ്യമായ രീതിയിൽ അവർക്ക് വേണ്ട എന്താണെന്ന് നിങ്ങൾക്കൊണ്ട് സാധിക്കുന്നത് റീസണബിളായിട്ടുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കുക. ഒരു സമരാഗ്നി ജ്വാല ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ നിങ്ങളോട് പറയുന്നു,
ഇനിയെങ്കിലും നിങ്ങളുടെ ഈ ഇലക്ഷൻ കമ്മീഷനെ വെച്ചുള്ള തരികിട പരിപാടി നിർത്തിയ ഈ ഇലക്ട്രോണിക് മെഷീനൊന്നും വേണ്ട. ശരിക്കും ബാലറ്റ് പേപ്പറിലോടുള്ള ഇലക്ഷന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിൽ കൂടിയ മനുഷ്യൻ്റെ വികാരങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ കുറച്ച് മെഷീനും കൊണ്ടുവച്ചാൽ എന്ത് ഡൂപ്പ് പരിപാടിയും കാണിച്ച് എന്തും കാണിക്കാമെന്നുള്ള സംവിധാനമൊക്കെ ഒഴിവാക്കണം. അതിൻ്റെ ഫലങ്ങളാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഈ സമരത്തിന് മുൻപ് ആരെങ്കിലും എന്തെങ്കിലും ശബ്ദം ഉയർത്തുന്നെങ്കിൽ അവർ ചാരന്മാരാണ്, മറ്റു രാജ്യക്കാരുടെ ചാരന്മാരായി വർക്ക് ചെയ്യുന്നു. ഇത് അങ്ങനെയുള്ള ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കോട്ടയടയ്ക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയായിരിക്കുന്നു. നിങ്ങളുടെ അവസാന നാളുകൾ എണ്ണാനുള്ള സംവിധാനം നിങ്ങൾ തന്നെ ആ ദീപം കത്തിക്കരുത്. അതുകൊണ്ട് 2 ഭായിമാരോടും പറയുന്നു, ഗുജറാത്ത് അല്ല, ഇത് ഇന്ത്യയാണ്. ഗുജറാത്ത് ചെറിയൊരു സ്റ്റേറ്റാണ്. നിങ്ങളുടെ അവിടുത്തെ പ്രാക്ടീസ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിൻ്റെ ഒരു തുടക്കമെന്ന് മാത്രം കരുതുക. എല്ലാവർക്കും നല്ലത് വരട്ടെ ഒന്നുകൂടി ഈശ്വരനോട് നേർന്നുകൊണ്ട് കാണാം നമ്മുടെ മറ്റൊരു വീഡിയോയിൽ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾക്കൊരു അവസാനം വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.